ശ്രീ കൊടുങ്ങല്ലൂരമ്മ ചരിത്ര കീർത്തനം, പേജ് 3. കൊടുങ്ങല്ലൂരിൽ വാഴും ശ്രീ കുറുമ്പേ, കഥകൾ പിന്നെയും തുടരുന്നേ. ബ്രാഹ്മണരവിടെ നിവസിച്ചേ, ബുദ്ധമത പ്രസക്തി കുറഞ്ഞു വന്നേ. കാലം പോകെ അവിടെ പ്രതിഷ്ഠിച്ച മഹാകാളി തന്നെ ദാരുശില്പം, ദേവദേവന കൈലാസനാഥന്റെ തൃക്കണ്ണിൽ നിന്ന് ഉയർത്ത ഭദ്രയാണേ. ദക്ഷയാഗ സമയത്ത് ഉത്ഭവിച്ച മഹാകാളി പുത്രി ഭാവേ ഉയർത്തതാണേ. ദാനവനാം ദാരുകനെ നിഗ്രഹിച്ച് ദേവകളെ പാലിച്ച നാഥയാണേ. ശിവപുത്രി ഭദ്രയുടെ കഥയറിയാൻ മാലോകർക്കെന്നും ആശയുണ്ടേ. ദേവന്മാരെ രക്ഷിക്കാൻ മഹാവിഷ്ണു ദാനവരെ ചക്രത്താൽ നിഗ്രഹിച്ചേ. മരണം വരിച്ചവർ തൻ വിധവകൾ അസുര ഗുരുവിനോട് പദം പറഞ്ഞേ. വിരിഞ്ച ദേവനെ തപം ചെയ്യാൻ അസുര ഗുരു അവരെ പ്രേരിപ്പിച്ചേ. വിരിഞ്ചനെ അവർ തപം ചെയ്തപ്പോൾ തനയരുണ്ടാകാൻ അനുഗ്രഹിച്ചേ. ദാരുവതിയുടെ പുത്രൻ ദാരുകൻ തപം ചെയ്ത് വരം വാങ്ങി ശക്തി പ്രാപിച്ചേ. ചക്രവർത്തിയായി തീർന്ന ദാരുകൻ അഷ്ടാദിക്പാലകരെ പോലും ഭ്രമിപ്പിച്ചേ. അട്ടഹസിച്ചലറി നീ ആവിർഭവിച്ചേ. അപ്പോൾ തന്നെ ദാരുകനെ നിഗ്രഹിച്ചേ. ദാരുകന്റെ ശിരസ് കയ്യിലേന്തി പരമശിവൻ തന്നരികിൽ ചെന്നേ. ദേവകൾ പുഷ്പവൃഷ്ടി വർഷിച്ചേ. ഗാഥകൾ പാടി നിർവൃതി കൊണ്ടേ. ദാരുകന്റെ പത്നിയായ മനോദരി രോഗവിത്ത് കാളിയിൽ വർഷിച്ചേ. ശിവപുത്രനാകിയ കണ്ഠകർണൻ ബാബുസിൽ നിന്നെല്ലാം തുടച്ചു നീക്കി വദനത്തിലൊരു അലങ്കാരമാക്കി വിരാജിച്ചു നീ എന്ന് കാളിയമ്മേ. കൊടുങ്ങല്ലൂരിൽ വാഴും വസൂരിമാല മനോധരിയാണെന്നു ചൊല്ലുന്നേ. കൊടുങ്ങല്ലൂരിൽ വാഴും ശ്രീ കുറുമ്പേ, കഥകൾ പിന്നെയുമേറെയുണ്ടേ. കൊടുങ്ങല്ലൂരമ്മയെ വന്ദിച്ചാൽ കൊടിയ പാപം പോലും ശമിക്കുന്നേ. കൊടുങ്ങല്ലൂരിൽ വാഴും ശ്രീ കുറുമ്പേ, കഥകൾ പിന്നെയുമേറെയുണ്ടേ. കൊടുങ്ങല്ലൂരമ്മയെ വന്ദിച്ചാൽ കൊടിയ പാപം പോലും ശമിക്കുന്നേ. കൊടുങ്ങല്ലൂരിൽ വാഴും ശ്രീ കുറുമ്പേ, കഥകൾ പിന്നെയുമേറെയുണ്ടേ. കൊടുങ്ങല്ലൂരമ്മയെ വന്ദിച്ചാൽ കൊടിയ പാപം പോലും ശമിക്കുന്നേ.